നമസ്കാരം. കൊയിലാണ്ടി ഗുരുദൈവ കോളേജിലെ സംഘർഷത്തിൽ 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടിയിൽ സർവകലാശാല പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള പരാതിയിലാണ് സർവകലാശാല പ്രിൻസിപ്പലിന്റെ വിശദീകരണം തേടിയിരിക്കുന്നത്. അതേസമയം വിശദീകരണം തേടി ഇന്നലെ കത്ത് കിട്ടിയതായിട്ട് പ്രിൻസിപ്പലും അറിയിച്ചിട്ടുണ്ട്. ഉടനടി വിശദീകരണം നൽകുകയും ചെയ്തുവെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. സസ്പെൻഷൻ നടപടി ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർക്കും പരാതി നൽകിയിരുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ നടപടി എന്നോണം പ്രിൻസിപ്പലിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയം എത്രത്തോളം വലിയ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ചിത്രമാണ് SFI പ്രവർത്തകർ ഈ ഒരു കേസിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മാനവികതയുടെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ മുദ്രാവാക്യമാക്കിയ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തന ശൈലി എത്രത്തോളം അതിന് വിരുദ്ധമായി മാറും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ഗുരുദേവ കോളേജിൽ നടന്ന പ്രിൻസിപ്പലിനെ ആക്രമിച്ച സംഭവം. കേരളം അഭിമുഖീകരിക്കുന്ന അത്യന്തം ഭീഷണമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതാണ് ഈ ഗുരുദേവ കോളേജിലെ അക്രമ പരമ്പര. SFIയിൽ ഒരു വിഭാഗമെങ്കിലും പുലർത്തിപ്പോരുന്ന അസഹിഷ്ണുതയുടെയും അരാജകത്വത്തിന്റെയും പല ഉദാഹരണങ്ങളും ഇതിനകം തന്നെ നാം കണ്ടിട്ടുണ്ട്. ഇവയുടെ തുടർ നടപടി എന്ന് വേണം ഈ സംഭവത്തെ നമുക്ക് കാണാൻ. ഗുരുനിന്ദയുടെ എത്രയോ കടുത്ത ഉദാഹരണങ്ങൾ വേറെയും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ 2016 വനിതാ പ്രിൻസിപ്പലിന്റെ റിട്ടയർമെന്റ് ദിനത്തിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ അവർക്ക് കുഴിമാടം ഒരുക്കിയത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ 2017 വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചത്. 2018 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വനിതാ പ്രിൻസിപ്പലിനുള്ള യാത്രയയപ്പ് ചടങ്ങിനിടെ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ക്യാമ്പസിൽ പോസ്റ്റർ പതിപ്പിച്ചത്. ഇങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങളാണ് SFIയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഇതിന്റെ തുടർച്ച തന്നെയായിട്ടാണ് കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ നടന്നിരിക്കുന്ന പ്രിൻസിപ്പലിനെ തല്ലിയ ആ ഒരു സംഭവവും വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. പഠന നിലവാരവും കലാലയത്തിന്റെ സുഗമ പ്രവർത്തനവും വിദ്യാർത്ഥി ക്ഷേമവും ഒക്കെ ഉറപ്പാക്കുന്ന ചുമതലയാണ് പ്രിൻസിപ്പൽമാർക്കുള്ളതെങ്കിൽ പോലും ഭരിക്കുന്ന പാർട്ടിയോട് മുതൽ അവരുടെ വിദ്യാർത്ഥി സംഘടനയോട് അടക്കം വരെ വിധേയത്വമുള്ളവരായി പ്രവർത്തിക്കേണ്ടുന്ന വരുന്ന ഒരു സാഹചര്യമാണ് പല പ്രിൻസിപ്പൽക്കും കോളേജുകൾക്കും വരുന്നത് എന്നത് ഏറ്റവും വലിയ തെളിവാണ് ഗുരുദേവ കോളേജിലെ അക്രമം. കോളേജുകളിൽ നടക്കുന്ന അന്യായ പ്രവർത്തനങ്ങളെ അങ്ങനെ ചിലർ ശരിവെച്ചതിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട്. പാർട്ടി പേടിയില്ലാത്ത പ്രിൻസിപ്പൽമാർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും അപമാനങ്ങളും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെയും ഉൾപ്പെടുത്താം. പ്രിൻസിപ്പലിനെ തല്ലുന്നത് മുതൽ കരിയോയിൽ പ്രയോഗവും ചാപ്പകുത്തലും പൊതുമുതൽ നശിപ്പിക്കലും ഒക്കെ പ്രവർത്തന ശൈലിയാക്കി മാറ്റിയ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നാണോ ഈ നാടിനെ നയിക്കാൻ യോഗ്യരായ നേതാക്കൾ പിറവികൊള്ളുന്നത് എന്നതാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് മാത്രവുമല്ല, തന്നെ ആക്രമിച്ചതിന് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരു അധ്യാപകനെ ആക്രമിച്ചതിന്റെ പേരിൽ താൻ നടപടിയെടുത്തതിന് വിശദീകരണം പോലും നൽകേണ്ടി വന്നിരിക്കുകയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിന് എന്നത് വളരെ ദയനീയമായി തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ.